കുറ്റം കാണുന്ന കണ്ണുകളല്ല, സ്നേഹിക്കുന്ന മനസ്സുകളാണ് നമുക്ക് വേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമ്മളെ എല്ലാവരും സ്നേഹിക്കും. നമുക്കിത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. എല്ലാവരിലും കുറ്റം കാണുന്ന ഒരു കണ്ണാണ് നമുക്ക്. ആരെന്ത് ചെയ്തു കഴിഞ്ഞാലും അത് കുറ്റപ്പെടുത്തുന്ന ഒരു മനോഭാവം നമുക്കുണ്ട്. ഉള്ളിൽ എമ്പതി എന്ന് പറയുന്നൊരു വികാരം ഇല്ലാത്തത് കൊണ്ടാണ്. എമ്പതി ഉണ്ടാകുമ്പോൾ അവനത് ചെയ്തത് എന്തുകൊണ്ടാണ് എന്ന് നമ്മൾ ചിന്തിക്കും. രണ്ട്, ആ സാഹചര്യത്തിൽ ഞാനായിരുന്നുവെങ്കിൽ എന്നൊരു ചിന്ത വരും. ഈ രണ്ട് ചിന്തകൾ വരും. അത് എമ്പതി ഉള്ളവർക്കാണ്. അല്ലെങ്കിൽ എപ്പോഴും ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഒരു ചെറിയ മനുഷ്യൻ ചെയ്താലും അല്ലെങ്കിൽ ഒരു ചെറിയ സഹോദരി ചെയ്തു കഴിഞ്ഞാലും എപ്പോഴും കുറ്റങ്ങളാണ്. നമ്മൾ മാത്രമേ പെർഫെക്റ്റ് ഉള്ളൂ എന്ന ചിന്തയിലാണ് ജീവിക്കുന്നത്. നമുക്കും കുറവുകളുണ്ട്, അവർക്കും കുറവുകളുണ്ട്. നമുക്ക് ആ കുറവുകൾ മനസ്സിലാക്കി അവരെ വളർത്താൻ സാധിക്കട്ടെ. കുറ്റപ്പെടുത്തി ആരെയും സ്നേഹിക്കാൻ പറ്റില്ലട്ടോ, നഷ്ടപ്പെട്ടു പോവുകയുള്ളൂ. അതുകൊണ്ട് കുറ്റപ്പെടുത്താതെ സ്നേഹിക്കാൻ നമുക്ക് പറ്റട്ടെ എന്നുള്ളതാണ്. ഭാര്യ ഭർത്താവിനെ കുറ്റപ്പെടുത്തുമ്പോൾ, ഭർത്താവ് ഭാര്യയെ കുറ്റപ്പെടുത്തുമ്പോൾ, സമൂഹ ജീവിതത്തിൽ പരസ്പരം കുറ്റപ്പെടുത്തുമ്പോൾ ഓർക്കുക, ഹൃദയങ്ങൾ നഷ്ടപ്പെട്ടു പോവുകയാണ്. അതുകൊണ്ടാണ് മദർ തെരേസ പറഞ്ഞു വയ്ക്കുന്നത്, വിധിക്കാൻ തുടങ്ങുന്നവൻ സ്നേഹിക്കാൻ മറന്നുപോകുന്നു എന്നുള്ളത്. വിധിക്കാൻ തുടങ്ങുന്നവൻ സ്നേഹിക്കാൻ മറന്നുപോകുന്നു. സ്നേഹിക്കാൻ അവന് സമയം കിട്ടുന്നില്ല. കുറ്റപ്പെടുത്തൽ നിർത്താം, സ്നേഹിക്കുന്ന നല്ല മനസ്സുകൾ സൃഷ്ടിക്കുക.